നമസ്കാരം, ജ്യോതിർഗമയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ഡിഫറൻറ്റ് ഈവനിങ് സ്നാക്സുമായിട്ടാണ്, ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പൈനാപ്പിൾ റോസ്റ്റ് അല്ലെങ്കിൽ പൈനാപ്പിൾ ഫ്രൈ. വളരെ കുറഞ്ഞ ചിലവിൽ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്സാണിത്. കാണാം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന്. ഈ പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കുവാനായിട്ട് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു വലിയ പൈനാപ്പിൾ കഷ്ണങ്ങളാക്കിയത്. പൈനാപ്പിളിൻ്റെ ഒരു പകുതി ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ കഷ്ണങ്ങളാക്കിയേക്കുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് ആവശ്യം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര, 1.5 ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെണ്ണ, ബട്ടർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കുവാനായിട്ട് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ബാറ്റർ റെഡിയാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഈ 1.5 ചെറുനാരങ്ങയുടെ നീര്, അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പഞ്ചസാര, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഒട്ടും തരിയില്ലാതെ കിട്ടുവാൻ പാകത്തിന് നല്ലവണ്ണം ഇളക്കിയിട്ട് വേണം ഈ ബാറ്റർ നമ്മൾ റെഡിയാക്കുവാനായിട്ട്. ബാറ്റർ ഇപ്പോൾ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോരോ പൈനാപ്പിൾ കഷ്ണമായി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പുരട്ടിയെടുക്കുക. കുറച്ച് സമയം ഓരോ പൈനാപ്പിൾ കഷ്ണവും അതിൽ കിടക്കണം. അതുപോലെ തന്നെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ പോലും ഒരു അരമണിക്കൂർ നേരം നമ്മളിത് മാറ്റി വയ്ക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ എരിവും ഈ ബാറ്ററെല്ലാം കറക്റ്റായിട്ട് ആ പൈനാപ്പിളിൻ്റെ അകത്തേക്ക് പിടിക്കുകയുള്ളൂ.
വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്സ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്സ് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കണ്ടു കഴിഞ്ഞു. ഈ പൈനാപ്പിൾ റോസ്റ്റ് അല്ലെങ്കിൽ പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കുന്ന വിധം കാണിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി തുറന്നെഴുതുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ബൈ.